ഹലോ ഗേസ്, അസ്സലാമു അലൈക്കും. എന്താ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്നൊരു ചെറിയൊരു മിനി വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു മാരേജ് ഉണ്ട്, അങ്ങനെ ഫാമിലിയിൽ അങ്ങനെ പോകാനിതാ ഞാനും മോളും റെഡി ആയിട്ട് ഇരിക്കുന്നു. അങ്ങനെ ഞാനും ഉമ്മാവും രണ്ട് മക്കളാണ് പോകുന്നത്. അപ്പോൾ ഹോള് ഇടാൻ ഞങ്ങളപ്പോൾ എൻ്റെ മീത്ത് തന്നെ അങ്ങനെ രിഷയൊക്കെ വിളിച്ചിട്ട് രിഷ ഒന്ന് കിട്ടായിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നിട്ട് പോയിക്കൊണ്ടുണ്ട്. നടക്കുന്നത്ര തന്നെ ഉള്ളത്, അതുകൊണ്ട് നടന്നിട്ട് പോകുന്നത്. രണ്ട് മക്കളും ഇങ്ങനെ കളിച്ചുകൊണ്ട് പോയിക്കൊണ്ടുണ്ട്. അങ്ങനെ എൻ്റെ മോൾ ഇട്ടിട്ടുള്ള ഡ്രസ്സല്ല എൻ്റെ ഉമ്മ സ്റ്റിച്ചാക്കിയത്. എങ്ങനെയുണ്ട്, നല്ല ഉണ്ടാ? ഉമ്മ പരിപാടിക്കെല്ലാം ഇങ്ങനെ സ്റ്റിച്ചായിക്കൊണ്ടിരിക്കുന്നു. എന്ത് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ എൻ്റെ ഉമ്മ തന്നെ അവൾക്ക് സ്റ്റിച്ചാക്കുന്നത്. പകുതിക്കെത്തുമ്പോൾ എൻ്റെ മോൾ എൻ്റെ കുഞ്ചിൽ കയറി കരിഞ്ഞിട്ട് തട്ടുമ്മ എന്നിട്ട് അതിനെ തട്ടിക്കൊണ്ട് പോയിക്കൊണ്ടുള്ള അങ്ങനെതാ എത്താനായി. അങ്ങനെ കുറച്ച് തന്നെയുള്ള അങ്ങനെ ഹോളിലേക്ക് എത്തി. അങ്ങനെ നടന്നുകൊണ്ട് പോയിക്കൊണ്ടുണ്ട്. എൻ്റെ മോൾ എൻ്റെ ഉമ്മാൻ്റെ പിന്നെയും കുറച്ച് നിൽക്കുന്നു, എൻ്റെ എന്ത് നിൽക്കുന്നില്ല. എന്ത് സമാക്കണമെങ്കിൽ അത്ര കഷ്ടമുണ്ട്. എൻ്റെ സിസ്റ്റേഴ്സെല്ലാം എപ്പോഴും ചെന്ന് നിങ്ങൾക്ക് അവാർഡ് കൊടുക്കണോളം നോക്കുന്നതിൽ അത്ര പിക്കറ് നീ എന്തോ ഒരു പിക്കറ് പിടിച്ച പെണ്ണ്. ഞാനങ്ങനെ ഓളെ എടുക്ക് കൊണ്ടുപോകലില്ല. ഏകദേശം ആൾക്കിട്ട് തന്നെ പോലും ഉമ്മാൻ്റെ അടുത്ത് എന്തെങ്കിലും സമാക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഞങ്ങൾ മാരേജിൻ്റെ ഒക്കെ എത്തി. അങ്ങനെ പുതുനാട്ടിനെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ വിഷയെല്ലാം പറഞ്ഞിട്ട് പുതിയ അപ്പിളിനെല്ലാം നോക്കിയിട്ട് ചോറിക്കാൻ പോയി. ബിരിയാണിയും കോഴി കാച്ചവും കച്ചമ്പറും സാമ്പാറും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ മോൾ എൻ്റെ അടുത്ത് നിൽക്കിയിട്ട് ഉമ്മാൻ്റെ അടുത്ത് പോയിന് മാമാൻ്റെ അടുത്ത് ഇരിക്കുന്നു എന്നിട്ട് അങ്ങനെ മാമാൻ്റെ ചോറ് വായിക്കിടുന്നിട്ട് മാമാൻ്റെ അടുത്ത് ഉമ്മ ചോറെല്ലാം വായിക്കിട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഒരിടത്ത് നിൽക്കാനോളേക്ക് ഇങ്ങനെ പിടിച്ചെടുത്ത് നിൽക്കാനോ എന്തോ ഒരു പിക്കറ്. അങ്ങനെ എൻ്റെ മോന് വെയിച്ചോണ്ടുണ്ട്. അങ്ങനെ എന്ത് പിടിച്ചോ എൻ്റെ മോനിക്ക് എൻ്റെ മോളോട് നോക്ക് അനിയത്തി ഇച്ചാവും ഓൾക്ക് ബായിക്കിട്ടിട്ടെല്ലാം കൊടുക്കുന്നു. അതിപ്പം മാത്രമാവോ? അപ്പോൾ പൊരക്കെത്തിട്ടാകുമ്പോൾ കീരിയുമ്പോൾ എന്ത് തല്ല്. ഇപ്പം എന്ത് പിടിച്ചോ ഓൾക്ക് ബായിക്കിട്ടിട്ടെല്ലാം കൊടുക്കുന്നു ചോറെല്ലാം. അങ്ങനെ അവൾക്ക് മതിയായി. അങ്ങനെ വേണ്ടെന്ന് ചെല്ലിട്ട് ഇതാക്കുന്നു. അങ്ങനെയല്ലത് എൻ്റെ മോനെ ബയിച്ചോണ്ടുണ്ട്. അങ്ങനെ കീഞ്ഞിട്ട് പോയി. അങ്ങനെ കുറച്ച് ഫ്രണ്ട്സിനെല്ലാം കിട്ടി. അങ്ങനെ തുടങ്ങി അതിലെ പെണ്ണ് പോവാന്നില്ലിട്ട് എൻ്റെ ബുർക്ക വിളിക്കാൻ തുടങ്ങിന്. അങ്ങനെ അതിൽ ഞങ്ങൾ പുതുനാട്ടിനെല്ലാം നോക്കിയിട്ട് സീത ഞങ്ങൾ ഉറൂസിൻ്റെ അടുത്തേക്ക് പോന്നെ. അങ്ങനെ ഉറൂസിന് പോകാൻ വേണ്ടിയിട്ട് കീഞ്ഞ് അങ്ങനെ അതിൽ പെണ്ണ് തുടങ്ങി എന്തെല്ലെങ്കിൽ തട്ട് നെല്ലിട്ട് അതിൽ കൂക്കാൻ തുടങ്ങി. അങ്ങനെ അവളെ തട്ടിയിട്ട് കൊണ്ടുള്ളത് ചൊടിയല്ലേ ഓൾക്കെന്തോ ഒരു ചൊടി വരുന്നല്ലോ. ചൊടി വന്നങ്ങ് നിർത്തിയിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ രിഷ കിട്ടി. അങ്ങനെ രിഷയിൽ ഉറൂസിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടുണ്ട്. രിഷയിൽ അങ്ങനെ രിഷയൊന്നുണ്ടല്ലോ ഓള് ഞാൻ എതിർക്കിരിക്കുന്നു, ഞാൻ അവിടെ സൈഡിരിക്കുന്നു മാന്നലിയിട്ട് അങ്ങനെ എല്ലാം ഒപ്പിച്ചിട്ട് അവളെ സൈഡിൽ എത്തി. അങ്ങനെ ഞങ്ങളുടെ ഞങ്ങളപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഒരു പള്ളിയിൽ ഉറൂസുണ്ട്. അങ്ങനെ ഉറൂസിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടുണ്ട്. ഇത് നല്ല റഷ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉറൂസിന് ദിയാർത്തെല്ലാം ആക്കിയിട്ട് സർവത്തെല്ലാം കുടിച്ചിട്ട് റിട്ടേൺ പൊരക്ക് പോയിക്കൊണ്ടുള്ള. അങ്ങനെ പൊരക്ക് പോകുമ്പോൾ ഇതിൽ ഷോർട്ട് വഴി ഉണ്ട് ഇങ്ങനെ തോട്ടത്തിലായിട്ട് ഇടയിൽ. അപ്പോൾ ആ റോട്ടിലെല്ലാം വെള്ളമെല്ലാം കയറി അങ്ങനെ പുള്ളർ വെള്ളത്തിലെല്ലാം കളിച്ചുകൊണ്ടുള്ളത്. അങ്ങനെ പൊരക്കെത്തി ഗേസ്. അങ്ങനെ പെണ്ണ് അതിൽ തുടങ്ങി എൻ്റെ ഉമ്മ തട്ട് കുറച്ച് നിൽക്കുന്നില്ല. അപ്പോഴേക്കന്നെ അവളെ തട്ടോണം ഇതാക്കണം. പൊരക്കെത്താനായി. ഇതിലെ ഷോർട്ട് ബൈ ഉണ്ട്. അങ്ങനെ ഇതാണ് എൻ്റെ ഭർത്താവിൻ്റെ പുര. അങ്ങനെ പൊരക്കെത്തി ഗേസ്. പിന്നെ എന്നിട്ട് ഇനിയിപ്പോൾ ഫ്രഷ് ആയിട്ട് ഇനി എൻ്റെ പുരക്ക് പോകാനുണ്ട് വൈകുന്നേരം. എന്താണെന്ന് വെച്ചാൽ നാളെ എൻ്റെ പുരയിലൊരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. അങ്ങനെ ഇപ്പോൾ പോകണം ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഞാൻ പുരക്ക് പോകാൻ റെഡിയായി ഗേസ്. അങ്ങനെ എൻ്റെ മോനെ ഞാൻ കൊണ്ടുപോകുന്നില്ല. എന്തെങ്കിലും ഞങ്ങൾക്ക് നാളെ മാത്രം സ്കൂളെല്ലാം ഉണ്ട്. അപ്പോൾ ഓന് വരുന്നില്ല. ഉമ്മക്ക് എന്തെങ്കിലും വാങ്ങിത്തന്നെങ്കിൽ ഞാനിവിടെ നിൽക്കാൻ നേരിട്ട് ചെല്ലിനെ. അങ്ങനെ ഓനെ കൊണ്ട് വന്നിനായി സൂപ്പർ മാർക്കറ്റിൽ. ഞങ്ങൾക്ക് എന്നിട്ട് ഓനക്ക് വേണ്ടതെല്ലാം വാങ്ങിയിട്ട് കൊടുത്തിട്ട് ഓനെ അയച്ച്. അങ്ങനെ ഞാനിതാ ബസ് കയറി വരുമ്പോൾ രിഷ കിട്ടിനായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടായിരുന്നു. അങ്ങനെ ബസ്സിൽ കയറി. അത് നാളെ പുരയിലൊരു ചെറിയ ഫംഗ്ഷൻ ഉണ്ട്. അങ്ങനെ പുരന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെ ഇന്ന്
പോകുന്നത്. അങ്ങനെ മോനും ഉമ്മാൻ്റെ അടുത്ത് നിൽക്കും. അപ്പോൾ ഉമ്മ നാളെ മദ്രസയിലേക്കും സ്കൂളിലൊക്കെ ഉമ്മ അയക്കും. അപ്പം എൻ്റെ മോൾക്ക് എപ്പോൾ ബസ്സിൽ കയറിയും കൊടുക്കുക, സൈഡ് സീറ്റ് കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ പിന്നെ നിലത്ത് വീണിട്ട് തേരിന്ന് അങ്ങനത്തെ എല്ലാം അറിവല്ല. അങ്ങനെ മോള് വീഡിയോ കണ്ടിട്ടാകുമ്പോൾക്ക് അങ്ങനെ ലാസ്റ്റ് ഉറങ്ങുന്ന സീന് കണ്ട. അതിപ്പോൾ എടുത്തെങ്കിൽ അടുക്കന്നെ കരിയാൻ തുടങ്ങും. അങ്ങനെ ഞാൻ അടുക്കന്നെ അളിക്കിന് ഉറങ്ങട്ടേലിട്ട് നോക്കി. എന്ത് പാപ്പോ ഉറങ്ങുമ്പോൾ മാത്രമാവോ അതെല്ലാം കഥ. പിന്നെ പുറക്കെത്താനായിക്കൊണ്ട് വന്ന കേസ്. അപ്പോൾ ഞാൻ എപ്പോഴും അഫ്സിൻ്റെ അവിടെ നിന്ന് വരുമ്പോൾ എൻ്റെ ഉപ്പൻ എന്നെ വിളിക്കാൻ വരുന്ന. ഉപ്പ പറഞ്ഞ് ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയപ്പോൾ കോളാക്കുമെന്ന്. അങ്ങനെ ഉപ്പ കോളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ ഒന്ന് വീഡിയോ ഒന്ന് എടുക്കാൻ കഴിഞ്ഞിട്ട് നല്ല മഴയായിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.